നമസ്കാരം. ബാങ്കിങ് മേഖലയിലെ സംശയങ്ങളുമായി അടുത്ത സെഗ്മെന്റിൽ നമ്മൾ വീണ്ടും ഇരിക്കുകയാണ് സാർ. ശ്രീനിവാസ് ഭായ് സാർ, ഈ NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്താണ് ബാങ്കുകളെ സംബന്ധിച്ച്? തീർച്ചയായും എനിക്ക് ആ ചോദ്യം വന്നതിൽ സന്തോഷം. അതിന് ഉത്തരം പറയാനൊരു സാഹചര്യം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NPA ഇല്ലാത്ത കാലഘട്ടത്തിലും NPA ഉള്ള കാലഘട്ടത്തിലും വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഓക്കെ. അത് ശരിക്കും വന്നത് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ഇത് വന്നതിന് ശേഷമാണ്. പണ്ടൊക്കെ ബാങ്കുകൾ ചെയ്തിരുന്നത് അങ്ങയ്ക്ക് വായ്പ തന്നു, അദ്ദേഹത്തിന് ഡെപ്പോസിറ്റ് ഉണ്ട്, അപ്പോൾ ഡെപ്പോസിറ്റിൻ്റെ പലിശ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഡെബിറ്റ് ചെയ്ത് കൊടുക്കും, അങ്ങയുടെ വായ്പ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ വരവിലേക്ക് വയ്ക്കും. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ ബാങ്കിങ് രീതി മാറി. ബേസിൽ 1, ബേസിൽ 2 എന്നെല്ലാം നോംസ് മാറി. ഇദ്ദേഹം വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലോണുകൾ, അന്ന് 1 വർഷമായിരുന്നു തോന്നുന്നു, അത് റെഗുലർ ആണെങ്കിൽ മാത്രമേ ആ പലിശ ബാങ്കുകളുടെ വരുമാനത്തിൽ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. കാര്യം കിട്ടാത്ത കാര്യം എനിക്ക് വരുമാനമായി എന്ന് പറയാൻ പാടില്ലല്ലോ. ആ NPA കൺസെപ്റ്റ് വന്നതോടെ ഭാരതത്തിലെ ബാങ്കിങ്ങിൻ്റെ ആരോഗ്യകരമായ വളർച്ച ആരംഭിച്ചു. ഇന്നത്തെ അവസ്ഥയിൽ കൃഷി വായ്പ ഒഴികെ എല്ലാം 90 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ, 90 ദിവസത്തിൽ കൂടുതൽ ഓവർഡ്യൂ ആണെങ്കിൽ NPA ആകുന്നു എന്നുള്ളതാണ്. അതായത് 3 മാസം വരെ 3 മാസം. അത് 3 മാസമല്ല, 90 ദിവസമാണ്. കാര്യം എന്ന് വെച്ചാൽ ചിലത് 30, 31, 28 ദിവസം ഉള്ളത് കൊണ്ടാണ് 90 ദിവസം എന്ന് കൃത്യമായിട്ട് പറഞ്ഞത്. 91ാമത്തെ ദിവസം അത് NPA ആകും. അതുകൂടാണ്ട് ഇപ്പം എല്ലാം കമ്പ്യൂട്ടറുകളാണ്. 1 മാസത്തെ അടച്ചില്ലെങ്കിൽ SMA1, SMA2, SMA3 എന്ന് പറഞ്ഞവരുണ്ട്. SMA1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് ആ ദിവസം അടച്ചില്ല, അടുത്ത ദിവസമാണെങ്കിൽ അത് SMA1 വരും. സ്പെഷ്യൽ മോണിറ്ററിങ് ഒക്കെ ഉണ്ട്. ഉടനെ തന്നെ ബാങ്കിൽ നിന്ന് വിളിക്കും, ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, നിങ്ങളുടെ ഓവർഡ്യൂ ആയിട്ടുണ്ടല്ലോ, അടച്ചില്ലല്ലോ എന്ന്. ഒരു ഫോണിനും ഒന്നും ചാർജ് വരുന്നില്ല. പക്ഷേ ഒരു ലെറ്റർ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നാൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ബാങ്കുകളിൽ നിന്ന് നോട്ടീസ് വന്നിട്ട് ഞാൻ പണം അടയ്ക്കാം ആരും വിചാരിക്കരുത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ AGM ബ്രാഞ്ചായിരുന്നു. അദ്ദേഹം എപ്പോഴും ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ എപ്പോഴും ഒട്ടിക്കും നോട്ടീസ്. അപ്പോൾ ഞാൻ ലോൺ സെക്ഷൻ, അപ്പോൾ നോക്കുമ്പോൾ ഈ വ്യക്തി, അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഇദ്ദേഹം വിദേശത്താണ്, അറേബ്യൻ കൺട്രീസിലാണ്. ഇപ്പോൾ അദ്ദേഹം നല്ലൊരു സുഹൃത്താണ്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വിളിക്കും. അപ്പോൾ ഇദ്ദേഹം ഈ നോട്ടീസ് കൊണ്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ, സർഫാസി ആക്ട് വെച്ച് നോട്ടീസ് ഒട്ടിക്കുമ്പോൾ വീട്ടുകാർ ബന്ധപ്പെടും, കുറച്ച് കാശ് കൊണ്ടുവന്ന് അടയ്ക്കും, റെഗുലറൈസ് ചെയ്യും. ലാസ്റ്റ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇനി പോകുമ്പോൾ സാർ അദ്ദേഹത്തിൻ്റെ നമ്പരൊന്ന് വാങ്ങിക്കും, കോൺടാക്റ്റ് വാങ്ങിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ വരുന്നതിന് പോകുന്നതിനുള്ള ചിലവ്, ഈ നോട്ടീസ് ഒട്ടിക്കുന്നതിൻ്റെ ചിലവ്, പേപ്പറിൽ പരസ്യം ചെയ്യുന്ന ചിലവുണ്ടെങ്കിൽ അതിലും കുറച്ച് തുകയ്ക്ക് താങ്കൾക്ക് ഈ 3 മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എന്താ പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം വൈഫിന് കാശ് അയച്ചു കൊടുക്കുമായിരുന്നു. വൈഫ് അതിൻ്റെ ഇടയ്ക്ക് ഡൈവോഴ്സ് ആ രീതിയിൽ എന്തോ പോയി. അതിനുശേഷം അദ്ദേഹം കൃത്യമായിട്ട് അടയ്ക്കും, ഇത് അക്കൗണ്ടിൽ വന്നോ എന്ന് നോക്കും. അപ്പോൾ ഒരു കാരണവശാലും ബാങ്കുകളിൽ നിന്ന് നോട്ടീസ് വന്നിട്ട് ഞങ്ങൾ പണം അടയ്ക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് ഒരു കാരണവശാലും ഇരിക്കരുത്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ കാശാണ് നമ്മൾ അനാവശ്യമായിട്ട് കൊടുക്കും. മാത്രമല്ല ഈ NPA ആവുന്നതും ലേറ്റ് പേയ്മെന്റ് ആവുന്നതും ഒക്കെ നമ്മുടെ സിവിൽ സ്കോറിനെയും ക്രെഡിറ്റ് സ്കോറിനെയും ബാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ്യതയാണ് ബാധിക്കുന്നത്. വിശ്വാസ്യതയാണ് അത് ബാധിക്കുന്നത്. അത് ബാങ്കിനെയും ബാധിക്കുന്നത്. കാര്യം എന്താണെന്ന് പറയുക, ഇത് ബാങ്ക് കൊടുക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ പൈസയാണ്. മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ബാങ്കുകൾക്ക് ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത്. എന്താണെന്ന്, ഇപ്പോൾ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫാൾട്ടേഴ്സ് അതുപോലെ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു NPA വന്നു എന്ന് വെച്ചു, ഒരു 90 ദിവസം കഴിഞ്ഞ ഒരാളുടെ NPA വന്നു കഴിഞ്ഞാൽ പുള്ളി പലിശ അടയ്ക്കുന്നില്ല, മിനിമം 25% മാർജിൻ വെക്കണം. ആൾക്ക് 10,000 രൂപയുണ്ടെങ്കിൽ അതിൻ്റെ 25% ബാങ്ക് പ്രൊവിഷൻ വെച്ചിരിക്കണം. സെക്യൂർഡ് ആണെങ്കിൽ. അൺസെക്യൂർഡ് ആണെങ്കിൽ അതിലും കൂടുതൽ വരും. ഡൗട്ട്ഫുൾ, അത് 12 മാസം കഴിഞ്ഞു അത് NPA കണ്ടിന്യൂ ആകുകയാണെങ്കിൽ അത് ഡൗട്ട്ഫുൾ എന്ന് വന്നു. D1, D2, D3 എന്ന് പറഞ്ഞാൽ 1 വർഷം, 12 മാസം കഴിഞ്ഞ് പിന്നെ 1 വർഷത്തേക്ക് ഡൗട്ട്ഫുൾ 1, അതിന് പ്രൊവിഷൻ വേറെയാണ്. ഇൻട്രസ്റ്റ് അഡീഷണൽ വരുന്നത് വേറെ, അത് വിട്. ഡൗട്ട്ഫുൾ 2 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡൗട്ട്ഫുൾ 1 പിന്നെ 1 വർഷം കഴിഞ്ഞാൽ D2 വരും, പിന്നെ D3 വരും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഇത് കളക്റ്റബിൾ അല്ല വന്നു കഴിഞ്ഞാൽ ഇത് ലോസ് അസറ്റിലേക്ക് വരും. അപ്പം എന്താ പറ്റണത്, നമ്മളിപ്പോൾ പറയുമല്ലോ, ചിലപ്പോൾ രാഷ്ട്രീയക്കാരും പറയണ ഇത്ര കോടി രൂപ ഗവൺമെൻറ് എഴുതിത്തള്ളി എന്ന് പറയും. ഇത് അക്കൗണ്ടിൽ നടക്കുന്ന ഒരു കളിയാണ്. കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ലോൺ എടുത്തിട്ട് അടയ്ക്കാതിരിക്കുമ്പോൾ ബാങ്ക് എഴുതി തള്ളൂ? ഇല്ല, എഴുതി തള്ളാൻ എങ്ങനെ പറ്റും? കാര്യം ഒന്നും ബാങ്കിന് കിട്ടേണ്ട കാശാണ്, എഴുതി തള്ളാൻ പറ്റുകയില്ല. നടപടി സ്വീകരിക്കുന്നത് കർശനമായ നിയമ നടപടി സ്വീകരിക്കുക. പബ്ലിക്കിൻ്റെ കാശാണ്.
അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ലോസ് അസറ്റായിരുന്നു റിക്കവറി ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അവരുടെ ആസ്തികളൊക്കെ കാണും, വസ്തുവകകൾ കാണും. പക്ഷേ അത് നമ്മൾ ലേലത്തിന് വിൽക്കുമ്പോൾ പറയുന്ന എമൗണ്ട് കിട്ടുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ലോസ് അസറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ട് ഇതിന് 100% പ്രൊവിഷനാണ്. 100 രൂപ ലോൺ ഉണ്ടെങ്കിൽ 100 രൂപയും ബാങ്ക് പ്രൊവിഷൻ വെക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് തൽക്കാലം ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാറ്റും. എന്നിട്ട് ഇത് വേറൊരു ഇതുണ്ട്, ഇത് അസറ്റ് റിക്കവറി മാനേജ്മെൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവരിലേക്ക് ഇത് മാറ്റും. എന്നിട്ട് ഇതിൻ്റെ റിക്കവറി നടപടിയാണ് അവിടെ നോക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ബാങ്കിൻ്റെ അക്കൗണ്ടുകളിൽ നോക്കുമ്പോൾ അപ്പോൾ ഇത്രയും ഈ 100% പ്രൊവിഷൻ വെച്ചത് ഈ ബാലൻസ് ഷീറ്റിൽ ഇത്രയും തുക ഇങ്ങനെ കാണിക്കും. കാര്യം 100% പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അത് നമ്മൾ റിക്കവറി ചെയ്യണം. അപ്പോൾ റിക്കവറി ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഈ 100% പ്രോഫിറ്റിലേക്ക് കയറുകയാണ്. മനസ്സിലായി. അപ്പോൾ എഴുതിത്തള്ളൽ എന്ന് പറയുന്നത് വെറുതെയാണ്. ഈ 2014 ആഗസ്റ്റ് 15 ശേഷം എഴുതിത്തള്ളൽ എന്ന് പറഞ്ഞില്ല. അതേസമയം എന്തെങ്കിലും ജെന്യൂൻ കേസ് ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ചില സമയത്ത് സ്കീമുകൾ കൊണ്ടുവരും. പക്ഷേ എല്ലാത്തിനും ഇപ്പോൾ കാർഷിക ലോണിന് ഉൾപ്പെടെ ഇൻഷുറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കൃഷി നശിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഫസൽ ബീമാ യോജന എടുത്തില്ല? അത് ബാങ്കുകളുടെ ഉത്തരവാദിത്തം. വേണ്ടെങ്കിൽ വേണ്ടാന്ന് എഴുതി വാങ്ങിക്കും. സ്റ്റോക്ക് ഇൻഷുറൻസ് ഞാൻ പറഞ്ഞല്ലേ, പേഴ്സണൽ ഇൻഷുറൻസ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നു, കുട്ടിക്കും അച്ഛനും ഇൻഷുറൻസ് കവറേജ് എടുക്കാം. ഇൻഷുറൻസ് കവറേജ് എടുത്തിട്ട് ഇതിൽ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് ഇൻഷുറൻസ് കവറേജ് നിർബന്ധമുണ്ടല്ലോ, ഇല്ലെങ്കിൽ എഴുതി വാങ്ങിക്കും. പക്ഷെ ഞാനൊക്കെ ആണെങ്കിൽ പറഞ്ഞ് വാങ്ങിപ്പിക്കും, അത് എടുക്ക്, നമുക്കല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അത്രയും റിസ്ക് എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും. കാര്യം ഇൻഷുറൻസിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ സാറ് ഇൻഷുറൻസ് മേഖല വർക്ക് ചെയ്തതാണ്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടാത്തതും ആവശ്യമില്ലാത്തപ്പോൾ ചോദിച്ചാൽ നമ്മൾ വേണ്ടെന്ന് പറയുന്നതാണ് ഇൻഷുറൻസ്. ശരിയല്ലേ? അതായത് സിമ്പിളായിട്ട് ഞാൻ പറയാം, നമ്മളൊരു 15 ലക്ഷം രൂപയ്ക്കോ 20 ലക്ഷം രൂപയ്ക്കോ മേടിക്കുന്ന കാറിന് നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കും. എന്നാൽ ഇത് മേടിക്കുകയും ഇതിനു വേണ്ടി ഓടുകയും ചെയ്യുന്ന നമ്മുടെ ലൈഫ് ഇൻഷുർ ചെയ്യില്ല. കാരണം നമുക്ക് ശേഷം പിന്നെ നമ്മുടെ കുടുംബം നമ്മളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തയുള്ളവരെല്ലാവരും ഇൻഷുറൻസ് എടുക്കും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഒരു കഴിഞ്ഞ 10-15 ദിവസമായിട്ട് റിലയൻസ് ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്ന ഒരാൾ, നമ്മുടെ സുഹൃത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണമെന്ന് എന്നെ വിളിച്ചോണ്ടിരിക്കും. ഇത് വിളിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാ ദൈവമേ, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഓഫീസിന് ഇൻഷുറൻസ് ഉണ്ട്, ബാക്കി കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, നമുക്കാണ് ഇൻഷുറൻസ് ഇല്ലാത്ത. അപ്പം അത് എടുക്കണം എന്ന് വിചാരിക്കുന്നു. എടുക്കാനായിരുന്നെങ്കിൽ എന്നേ എടുക്കാമായിരുന്നു. പക്ഷേ ഇത് നമ്മുടേതായതുകൊണ്ട് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, നാളെ ആട്ടെ, അടുത്ത ആഴ്ച ആട്ടെ എന്ന് പറഞ്ഞത് നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പക്ഷെ എല്ലാവരും ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നാണ് ഒരു 4-5 വർഷം ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നല്ല ഞാൻ. അന്നൊക്കെ നമ്മൾ ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇരുന്ന് ചിന്തിക്കുമ്പോൾ അത് എടുക്കേണ്ടതിന്റെ ആവശ്യമാണ്. ഞാൻ എന്താണ്, ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തപ്പോൾ LIC-യിലും HDFC ലൈഫിലും SBI ലൈഫിലും ഒക്കെ ആയിട്ട് കുറെ പേപ്പറുകൾ കിട്ടി. പരിശോധിച്ചപ്പോൾ ഇതെല്ലാം മുടങ്ങിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളതാണ്. അടച്ച പൈസകളിൽ അറിയാലോ, അത് തിരിച്ച് കിട്ടാവുന്നതൊക്കെ കിട്ടി. പക്ഷെ ഒരു വലിയ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു. ഇതൊക്കെ പല വഴിക്കും മുടങ്ങിപ്പോയത് കൊണ്ട് കൃത്യമായിട്ട് എടുത്തില്ല. അതേസമയം വണ്ടിയുടെ ഇൻഷുറൻസ് എങ്ങനെയാണ് കൃത്യമായിട്ട് അടയ്ക്കുന്നത്? ഇല്ലെങ്കിൽ MVD പിടിക്കും, വണ്ടി ഇടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ സർക്കാർ നിയമം കൊണ്ട് എല്ലാവരും ഇൻഷുറൻസ് എടുക്കാൻ നിർബന്ധിക്കണം, അവരുടെ വരുമാനത്തിനനുസരിച്ച് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ ലൈഫ് ഇൻഷുർ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ വണ്ടിക്ക് ഇൻഷുറൻസ് മാൻഡേറ്ററി ആക്കാമെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് മാൻഡേറ്ററി ആക്കാം. ഇല്ലാണ്ട് സഹായം വേറെ ഒന്നും സഹായം നോക്കൂ. ഇപ്പൊ ഞാൻ ചെന്നിട്ട് എനിക്ക് 1 കോടി രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് വേണം എന്ന് പറഞ്ഞാൽ കമ്പനികൾക്ക് തരാൻ പറ്റില്ല. എന്റെ വരുമാനം കൂടി നോക്കിയിട്ടാണ്, എന്റെ ലൈഫിന്റെ ആരോഗ്യം നോക്കി, എന്റെ ഇനി എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നോക്കി, ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ ഇൻഷുറൻസ് തരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാളും ചെയ്യുന്ന തൊഴിലും അയാളുടെ വരുമാനവും വെച്ച് എല്ലാവർക്കും ഒരു ലൈഫ് ഇൻഷുറൻസ് മാൻഡേറ്ററി ആക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാവർക്കും മന്ത്ലി പ്രീമിയം അടച്ചാൽ മതിയല്ലോ. ഞാൻ 1 ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 5,000 രൂപ എനിക്ക് വേണ്ടി മാറ്റി വെക്കാൻ ഞാൻ തയ്യാറാണ്. അത് സർക്കാർ നിയമം കൊണ്ട് നിർബന്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ വേറെ കാര്യം കൂടി പറയാം. ഇപ്പോൾ ഹൗസിംഗ് ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, ഇതിനൊക്കെ ഇൻഷുറൻസ് പ്രീമിയം അവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ലോണിൻ്റെ കൂടെ ചേർക്കും. ഓക്കെ, അവർ കയ്യിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായി. അത് ലോണിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടി തീർച്ചയായിട്ടും ബാങ്കുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യണം. അതുപോലെ ഈ വെഹിക്കിൾ ലോൺ ഇൻഷുറൻസ് ആണെങ്കിലും സ്റ്റോക്ക് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ബാങ്ക് തന്നെ പേ ചെയ്യും, പിന്നെ അത് തിരിച്ചടച്ചാൽ മതി. ഇൻഷുറൻസ് അത് തീർച്ചയായിട്ടും എല്ലാവരും നോക്കേണ്ട കാര്യം. കാരണം നാളെ അല്ല, കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ വെറുതെ ഈ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നിരുന്നത് ഈ വെറുതെ വാശി വെച്ച് ബാങ്കുകാർ വിളിക്കുന്നതും ബാങ്കിൽ നിന്ന് പിന്നെ ലെറ്റർ വരുന്നതും നോക്കി ഇരിക്കാതെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നായാലും ഉണ്ടാക്കി കൃത്യമായി
EMI അടച്ചു പോകാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ കുട്ടികൾക്ക് ആവശ്യത്തിന് വിഷം കൊടുത്ത് നമ്മളൊരു നേരം കഞ്ഞി മാത്രം കുടിച്ചാലും ലോൺ തീർച്ചയായിട്ടും തിരിച്ചടക്കും. കാര്യം ഇത് കണ്ടവൻ്റെ കാശാണ്. മനസ്സിലായി. ബാങ്കുകൾ തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ കാശ് നമ്മുടെ അയൽവക്കത്തുള്ളവൻ്റെ ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ അടയ്ക്കുക. ഇത് പൊതുജനങ്ങളുടെ പണമാണെന്ന് കണ്ടുകൊണ്ട് അടയ്ക്കുക. അല്ലാണ്ട് ബാങ്കുകൾ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ എൻ്റെ ഗവൺമെൻറ് വെറുതെ നോട്ടടിച്ചിട്ട് ഇത് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അടിച്ച് തീർക്കാൻ പറ്റില്ല. ഗവൺമെൻറ്റുകളിൽ എഴുതിത്തള്ളൽ നടക്കുന്നില്ല. അതൊക്കെ വളരെ എല്ലാം എന്ത് ആവശ്യത്തിന് നിങ്ങൾ ലോൺ എടുക്കുന്നോ അതിനെല്ലാത്തിനും ഇൻഷുറൻസ് കവറേജ് വയ്ക്കുക. ഇപ്പോൾ നമുക്കറിയാം വീടിന് തന്നെ നമുക്ക് ഇൻഷുർ ചെയ്യാം. നമ്മുടെ വീട്ടിലെ ഫുള്ള് സാധനങ്ങൾ വെച്ച് ഇൻഷുറൻസ് ചെയ്യാം. ഇൻഷുർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഭൂകമ്പം, അഗ്നി, അതുപോലെ വാഹനങ്ങൾ വന്ന് ഇപ്പോൾ റോട്ടിൽ കൂടി പോണ വണ്ടി ലോറി വന്നിട്ടിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് ഏതൊക്കെ വരുന്നുണ്ടോ, ഏതൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ 100% കവർ ചെയ്യുക. കാര്യം വെള്ളപ്പൊക്കത്തിന് ആരും പണ്ട് ചെയ്യാറില്ലായിരുന്നു. 2018 കഴിഞ്ഞപ്പോൾ അത് ചെയ്തു തുടങ്ങി. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ചെയ്ത സ്ഥാപനത്തിൻ്റെ നമ്പർ മാറുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും മാറ്റിയെങ്കിൽ അത് ഒഫീഷ്യലി അറിയിച്ച് അത് അക്നോളജ് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യണം. ബാങ്ക് അത് ഒഫീഷ്യലി മാറ്റിയെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. അത് നമ്മളെ കൂടി ആവശ്യമാണ്.